മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 മാർച്ച് 5 വ്യാഴം. വെനസ്വേലയിലെയും ഇറാനിലെയും US അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ അന്താരാഷ്ട്ര നയങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ഖാംനഈ വധവും ട്രംപിന്റെ പുതിയ പ്രമാണവും. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനഈയുടെ രാഷ്ട്രീയ കൊലപാതകം ആഗോള രാഷ്ട്രീയത്തിലും രാഷ്ട്രതന്ത്ര മേഖലയിലും പുതിയ ആശങ്കകൾ ഉയർത്തിയിരിക്കുന്നു. ഡോളർ അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയുടെ തിണ്ണബലത്തിൽ ഡൊണാൾഡ് ട്രംപിനെ പോലൊരു ഉന്മാദിയായ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ അമേരിക്ക എന്തിനും തുനിഞ്ഞിറങ്ങിയാൽ ലോകത്തിന്റെ ഭാവി തന്നെ എന്തായിത്തീരുമെന്ന ചോദ്യം ഖാംനഈ വധത്തിനു പിന്നാലെ ആഗോളതലത്തിൽ ആധി പടർത്തിയിട്ടുണ്ട്. CNN അടക്കമുള്ള അമേരിക്കൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ ഗുരുതര സ്ഥിതിവിശേഷത്തിന്റെ പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കഴിഞ്ഞു. അമേരിക്കയുടെയും തൻ്റെ തന്നെയും നിലനിൽപ്പിനു ഭീഷണിയാണ് എന്ന് പറഞ്ഞ് എണ്ണസമ്പത്തടക്കമുള്ള വിഭവസമ്പന്ന രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തി അധീനപ്പെടുത്തുന്ന ട്രംപിസം ഏതറ്റം വരെ പോകും എന്നതിനാണ് പുതുവർഷത്തിലെ ആദ്യ 2 മാസങ്ങളിൽ ലോകം സാക്ഷ്യം വഹിച്ചത്. ലാറ്റിൻ അമേരിക്കയിലെ എണ്ണസമ്പന്നമായ വെനിസ്വേലയിൽ ഭരണാധികാരി നിക്കോളാസ് മദൂറോയെ രായ്ക്ക് രാമാനം പൊക്കിയെടുത്ത് അമേരിക്കയിലെത്തിച്ച് തൽസ്ഥാനത്ത് പാവഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുകയായിരുന്നു ആദ്യം. ഇപ്പോൾ ഇറാനിൽ ഭരണകൂടത്തിന്റെ സുപ്രീം ലീഡർ ഖാംനഈയെ ഇസ്രായേലുമായി ചേർന്ന് വ്യോമാക്രമണത്തിൽ കൊല ചെയ്തിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക അമേരിക്കയുടെ ശീലമാണ്. രാജ്യത്ത് പ്രതിപക്ഷ വിമത കലാപങ്ങളുണ്ടാക്കി ഭരണം മാറ്റുക, സൈന്യത്തിൽ കടന്നുകയറി പട്ടാള അട്ടിമറി നടത്തുക, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച് ചൊൽപ്പടിക്കാരെ വെച്ച് തലമാറ്റമുണ്ടാക്കുക, ഇതൊക്കെ യാങ്കി ഭരണകൂടത്തിന്റെ വഴികളാണ്. ഇറാനിൽ തന്നെ 1953 പ്രധാനമന്ത്രി മുഹമ്മദ് മുസദ്ദിഖിനെ മറിച്ചിട്ടതും 1963 വിയറ്റ്നാമിൽ പ്രസിഡന്റായിരുന്ന നോ ദിൻ സിയമിനെ സൈന്യത്തിന്റെ കൈകളാൽ വധിച്ചതും 1973 ചിലിയിൽ സാൽവദോർ അലൻഡെയെ അട്ടിമറിച്ചതുമൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ മറ്റൊരു രാജ്യത്ത് നേരിട്ട് ചെന്ന് ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോകുന്നതും ആക്രമിച്ചു വധിച്ചു കളയുന്നതും ആധുനിക ചരിത്രത്തിൽ ആദ്യാനുഭവമാണ് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. 2003 ഇറാഖ് അധിനിവേശത്തെ തുടർന്ന് സദ്ദാം ഹുസൈനെ പിടികൂടി തദ്ദേശീയരുടെ കങ്കാരു കോടതിയുണ്ടാക്കി വിചാരണാ പ്രഹസനത്തിന് വിധേയനാക്കി തൂക്കിലേറ്റുകയായിരുന്നു. ലിബിയയിൽ നാറ്റോ പിന്തുണയോടെയുള്ള വിമതരുടെ സൈനിക നീക്കത്തിൽ കൊലക്കിരയാവുകയായിരുന്നു മുഅമ്മർ ഖദ്ദാഫി. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണ ശേഷം ഇത്തരം രഹസ്യ ഓപ്പറേഷനുകളൊക്കെ മാറ്റി ഏത് രാജ്യത്ത് കടന്നു ചെന്നും തങ്ങൾ ഭീഷണിയും ഭീകരരുമായി പ്രഖ്യാപിച്ച ആരെയും ഉന്മൂലനം ചെയ്യാനുള്ള അധികാരം അമേരിക്കൻ കോൺഗ്രസ് പ്രസിഡന്റ് നൽകി. തദടിസ്ഥാനത്തിലായിരുന്നു 2011 മേയിൽ പാകിസ്ഥാനിലെ അബട്ടാബാദിൽ അൽ ഖായിദ നേതാവ് ഉസാമ ബിൻ ലാദനെയും 2020 ജനുവരി 3 ഇറാനിലെ സൈനിക മേധാവി ഖാസിം സുലൈമാനിയെയും അമേരിക്ക വധിച്ചത്. ഈ പതിവ് രീതികളൊക്കെ മറികടന്നുള്ള ട്രംപിസത്തിന്റെ വിളയാട്ടമാണ് ഒരു വ്യാപക യുദ്ധത്തിലേക്ക് തന്നെ വികസിച്ചേക്കാം എന്ന് ലോകം ഭയക്കുന്ന നിലവിലെ സ്ഥിതിവിശേഷത്തിനിടയാക്കിയിരിക്കുന്നത്. ശീതയുദ്ധാനന്തരം വിവിധ കാലയളവുകളിൽ ജെറാൾഡ് ഫോർഡ്, ജിമ്മി കാർട്ടർ, റൊണാൾഡ് റീഗൻ എന്നീ 3 US പ്രസിഡന്റുമാർ ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഓർഡറുകൾ അനുസരിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അമേരിക്ക പങ്കുകൊള്ളുന്നത് വിലക്കിയിട്ടുണ്ട്. റീഗൻ രേഖ ഇപ്പോഴും പ്രാബല്യത്തിലുമുണ്ട്. അതെല്ലാം വലിച്ചെറിഞ്ഞാണ് ന്യൂക്ലിയർ താൽപ്പര്യങ്ങളും മിസൈൽ ശേഷിയും ഒക്കെ ചൂണ്ടി തെഹ്റാൻ ഭീഷണിയാണ് എന്ന് വരുത്തി തീർത്ത് ട്രംപ് ഇറാനെതിരെ ഇറങ്ങിത്തിരിച്ചത്. കീഴ്വഴക്കങ്ങളെയെല്ലാം ചുരുട്ടിക്കെട്ടി അമേരിക്കൻ കോൺഗ്രസിനെ, ജനപ്രതിനിധി സഭയെ ഗൗനിക്കാതെ തൻ്റെ പാട്ടിന് അമേരിക്കയെ നയിക്കാൻ പ്രോജക്റ്റ് 2025 എന്ന പുതിയ സ്വേച്ഛാധിപത്യ പ്രമാണമാണ് ട്രംപ് അവലംബിക്കുന്നത്. ഭാവി റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിനു വേണ്ടി തീവ്ര വലത് യാഥാസ്ഥിതിക തിങ്ക് ടാങ്കായ ദി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ രൂപകൽപ്പന ചെയ്ത ബ്ലൂ പ്രിന്റാണ് പ്രസിഡൻഷ്യൽ ട്രാൻസിഷൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്ന പ്രോജക്റ്റ് 2025. 50-ലേറെ വലതുവാദി എഴുത്തുകാരും ബുദ്ധിജീവികളും അടുത്ത കൺസർവേറ്റീവ് പ്രസിഡന്റിനു വേണ്ടി എന്നു പറഞ്ഞ്
2023 രൂപകൽപ്പന ചെയ്ത ഈ പദ്ധതി രേഖ 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് പ്രസിദ്ധീകരിച്ചത്. US കോൺഗ്രസിനെ അപ്രസക്തമാക്കി പ്രസിഡന്റിലേക്ക് മുഴുവൻ അധികാരങ്ങളും നിക്ഷിപ്തമാക്കുന്ന ഈ പ്രമാണമാണ് രണ്ടാം ഊഴത്തിൽ ട്രംപിന്റെ ആധാരം. കുടിയേറ്റ നിയമത്തിൽ കൈവച്ച് ആഭ്യന്തര നിയന്ത്രണത്തിൽ തുടങ്ങിയ ട്രംപ് ഏകപക്ഷീയമായ തീരുവ യുദ്ധത്തിലൂടെ ലോകരാഷ്ട്രങ്ങളെ ചൊൽപ്പടിയിൽ നിർത്താനും അവരുടെ വിഭവസമൃദ്ധി കൊള്ളയടിക്കാനുമുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു വരുന്നത് വംശീയ ദേശീയ വൈവിധ്യങ്ങളെ അംഗീകരിക്കാത്ത ശാസ്ത്രീയ സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും നടപടിക്രമങ്ങളെയും റദ്ദു ചെയ്യുന്ന പ്രോജക്റ്റ് 2025 ചുവട് പിടിച്ചാണ്. വെനിസ്വേല, ഇറാൻ, ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളെ ആ രേഖ കണ്ണുവച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 രാജ്യങ്ങളെയും വെടക്കാക്കി തനിക്കാക്കിയും മറ്റ് 3 സമ്മർദ്ദത്തിൽ പിടിച്ചുമുള്ള ബലതന്ത്രത്തിനാണ് ട്രംപ് മുതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഖാംനഈ വധം ലോകരാഷ്ട്രങ്ങൾ ആശങ്കയോടെ നോക്കിക്കാണുന്നതും. അന്യരാഷ്ട്രങ്ങളിലെ തലകൊണ്ടു കളിക്കുന്നത് നന്നാവില്ലെന്നും അമേരിക്കക്കാർ ഒന്നടങ്കം ഉന്നമായി മാറുന്നതാവും അനന്തരഫലമെന്നും മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ അധികാര ദുരമൂത്ത് ലോകദഹനത്തിന് ഇറങ്ങിത്തിരിച്ച ട്രംപിനെ ഇത് ആര് ബോധ്യപ്പെടുത്തും?